സ്ലീവ്ലെസ് വേഷം മാത്രം ധരിച്ച അതീവ സുന്ദരിയായൊരു യുവതി. അവളുടെ ശരീരത്തിൽ നിന്നും തലയിൽ നിന്നും വെള്ളം ഇറ്റു വീണുകൊണ്ടിരിക്കുന്നു. ഡോറ് തുറന്നു. ശ്രാവൺ തലയുയർത്തി അവളുടെ മുഖത്തേക്ക് നോക്കി. ആ കാഴ്ച കണ്ട് ശ്രാവണിന് ഭൂമി തന്നെ രണ്ടായി പിളർന്നു പോകുന്നത് പോലെ തോന്നി. അവന്റെ ഉള്ളിൽ നിന്നും അറിയാതെ ആ വാക്കുകൾ പുറത്തേക്ക് വന്നു. അതെ, അത് മേഘയായിരുന്നു. ശ്രാവണിനെ അപ്രതീക്ഷിതമായി കണ്ട മേഘയും ഒരു നിമിഷം ഞെട്ടി. മേഘ, നീ എന്താ ഇവിടെ? നീ പ്രീതിയുടെ അടുത്ത് പോവാന്നല്ലേ പറഞ്ഞത്? ഇതാരും ഓർഡർ ചെയ്തതാ? പക്ഷേ മേഘ മറുപടി പറയുന്നതിന് മുന്നേ മേഘയുടെ പിന്നിൽ നിന്നും ഒരു ശബ്ദമെത്തി. ഡോറിന്റെ മുന്നിലേക്ക് എത്തിയപ്പോഴാണ് ശ്രാവൺ അവനെ കണ്ടത്. അത് രാഹുലായിരുന്നു. മേഘയുടെ ഒപ്പം രാഹുലിനെ കൂടി കണ്ടതും ശ്രാവൺ കൂടുതൽ തകർന്നു പോയി. എടാ ശ്രാവണേ, മേഘയുടെ പുറകെയുള്ള നിന്റെ കറക്കമൊക്കെ ഇന്നത്തോടു കൂടെ നിർത്തിക്കോ. അവൾ എനിക്കുള്ളതാടാ. അല്ല, ഇനി എന്നെ അവളെ എങ്ങാനും നീ ഒരുമിച്ച് പുറത്തെവിടെയെങ്കിലും വെച്ച് കണ്ട നിനക്ക് വല്ല നെഞ്ചുവേദനയും വന്ന് നീ ചാവണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇപ്പോഴേ പറഞ്ഞതാ. അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ഒരു ഫ്രണ്ടിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരുന്നു. ഇവിടെ ഒരു ഡെലിവറി ബോയ് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അച്ഛൻ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. എന്തിനാടാ വെറുതെ അങ്കിളിനെ വിളിച്ച് ടെൻഷൻ ആക്കുന്നേ? അതിന് ഞാൻ പോരെ. രാഹുൽ ശ്രാവണിനെ ദേഷ്യത്തോടെ പിടിച്ചു തള്ളി. ഒരു സ്റ്റെപ്പ് ശ്രാവൺ പിന്നിലേക്ക് പോയി. ഈ സമയം കാറുകളുടെ ഒരു പട തന്നെ ഹോട്ടൽ മുന്നിലേക്ക് വരി വരിയായി എത്തി. രാഹുൽ രണ്ടാമതും ശ്രാവണിനെ പിടിച്ചു തള്ളി. അപ്പോഴേക്കും പുറത്തു നിന്ന കാറുകളിൽ നിന്നും നഗരത്തിലെ പ്രധാന റൌഡികൾ നിരനിരയായി പുറത്തേക്കിറങ്ങി. അവരുടെ മുന്നിൽ അവരെയും നയിച്ചുകൊണ്ട് മേഘയുടെ അച്ഛനും. ഒരു മാസം മതിടാ എനിക്ക് അവളെ വളയ്ക്കാൻ. തല്ലടാ, എന്താ നീ ആണല്ലേ? രാഹുലിനൊന്ന് ചിന്തിക്കാൻ പോലും സമയം കിട്ടുന്നതിന് മുൻപ് ശ്രാവൺ രാഹുലിന്റെ നെഞ്ച് ലക്ഷ്യമാക്കി ഒരു പഞ്ച് കൊടുത്തു. രാഹുൽ തെറിച്ച് മേഘയുടെ കാൽക്കീഴിൽ വന്നു വീണു. മേഘ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പകച്ചു നിന്നു. താഴെ വീണുകിടക്കുന്ന രാഹുലിന് കാര്യം മനസ്സിലായി. കുട്ടിക്കാലം മുതൽ ബോക്സിംഗ് പഠിക്കുന്ന ആളാണ് രാഹുൽ. തനിക്ക് കിട്ടിയത് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ബോക്സേഴ്സിൽ മാത്രം കാണുന്ന പഞ്ചാണ് എന്നവൻ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞു. ഇത്രയും വർഷമായി ബോക്സിംഗ് പഠിക്കുന്ന തനിക്ക് പോലും ഇങ്ങനൊരു പഞ്ച് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നല്ലൊരു ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത ശ്രാവൺ ഇതെങ്ങനെ ചെയ്തു എന്നതാണ് രാഹുലിനെ ഞെട്ടിച്ചത്. എന്നാൽ അപ്പോഴും ശ്രാവൺ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ നിൽക്കുകയായിരുന്നു. ഈ സമയമാണ് മേഘ ആ കാഴ്ച കാണുന്നത്. തന്റെ അച്ഛനതാ ഒരു വലിയ സംഘത്തോടൊപ്പം വരുന്നു. മേഘയുടെ അച്ഛൻ നിസ്സാരക്കാരനായിരുന്നില്ല. ഈ നഗരം മുഴുവൻ അയാളുടെ കൈക്കുമ്പിളിലാണ്. കരണം പുകയ്ക്കുന്ന ഒരു അടിയാണ് മേഘയ്ക്ക് കിട്ടിയത്. അടി കിട്ടിയതും മേഘയുടെ കാഴ്ചകൾ ഒരു നിമിഷം മങ്ങാൻ തുടങ്ങി. മങ്ങിയ കാഴ്ചകൾ തെളിഞ്ഞു വന്നപ്പോൾ കണ്ട കാഴ്ച മേഘയെ ഞെട്ടിച്ചു. മേഘയുടെ അച്ഛൻ ശ്രാവണിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അയാളുടെ കണ്ണിൽ നിറയെ ഭയം. ആരാണ് ശ്രാവൺ? ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളായ മേഘയുടെ അച്ഛൻ എന്തിനാണ് ശ്രാവണിനെ പോലൊരു ഡെലിവറി ബോയുടെ മുമ്പിൽ മകളുടെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നത്? ശ്രാവൺ ശരിക്കും ദരിദ്രനാണോ അതോ ദരിദ്രനായി അഭിനയിക്കുകയായിരുന്നു? ശ്രാവൺ ദരിദ്രനായി അഭിനയിക്കുകയാണെങ്കിൽ അതെന്തിനു വേണ്ടിയായിരുന്നു? രാഹുലും മേഘയും ശ്രാവണിനോട് ചെയ്തതിനൊക്കെ ശ്രാവൺ എങ്ങനെയായിരിക്കും തിരിച്ചടി നൽകുക?